നമസ്കാരം സർ, ജെംസ് കോളേജിലേക്ക് സ്വാഗതം. സന്തോഷം സാർ. ആദ്യമായി കോളേജിലേക്ക് കടന്നു വന്ന സാറിന് കോളേജിലെ വിദ്യാർത്ഥികൾ, നമ്മളെ എസ്പെഷ്യലി ജെൻസി വിദ്യാർത്ഥികളോട് വായനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് PG ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സംഘടിപ്പിച്ച പോളിഫണി ലെക്ചർ സീരീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ജെംസിലേക്ക് വരുന്നത്. വളരെ നല്ലൊരു അനുഭവം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശാലമായ ക്യാമ്പസ്, വിപുലമായ ലൈബ്രറി, മറ്റ് ലാബ് സൗകര്യങ്ങൾ, വിവിധ തരത്തിലുള്ള കോഴ്സുകൾ, ഏതാണ്ട് 18ഓളം കോഴ്സുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. PG കോഴ്സ് തന്നെ 6ഓളം. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഏത് തരത്തിലുള്ള കോഴ്സും അവരുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ജെംസിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വലിയ കാര്യമാണ്. മാത്രമല്ല, സഹകരണ മേഖലയിലുള്ള ഒരു സ്ഥാപനം കഴിഞ്ഞ 18 വർഷം കൊണ്ട് ഓട്ടോണമസിലേക്ക് വളരുന്നു എന്ന് പറയുന്നത് ആ സ്ഥാപനം എത്രമാത്രം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ വിദ്യാർത്ഥികളുടെ സർഗപ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ വലിയ മികവായി മാറുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥിയും അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള വലിയ സാധ്യതയാണ് യഥാർത്ഥത്തിൽ ജെംസ് ഒരുക്കുന്നത്. ആ മുന്നോട്ടുള്ള യാത്രയിൽ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് കരുത്തായി പ്രകാശമായി വേണ്ടത് വായനയുടെ ഒരു കരുത്തുകൂടിയാണ്. നമ്മൾ ഭൗതികമായി എല്ലാ തരത്തിലും വിജയിച്ച് നിൽക്കുമ്പോൾ തന്നെ മാനസികമായി വളരുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്നതിന് വേണ്ടി വായന കൂടെ കൊണ്ടുപോവുക എന്നത് പ്രധാനമായി മനസ്സിലാക്കുക എന്നത് ആണ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശമെന്ന് ഞാൻ കരുതുന്നു. അതിന് ഇവിടെ വിപുലമായ ഒരു ലൈബ്രറി സൗകര്യം, ലോകത്തിലെ ഏത് തരത്തിലുള്ള പുസ്തകങ്ങളും എത്തിക്കാനുള്ള ഡിജിറ്റൽ സൗകര്യം വരെ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു സർ. ഈ വർഷത്തെ മാഗസിൻ്റെ സ്റ്റാഫ് എഡിറ്ററാണ് ഞാൻ. സർ, കോളേജ് മാഗസിനുകളുടെ കാലം കഴിഞ്ഞു എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിലുണ്ട് എന്ന് തോന്നുന്നു. സാറിൻ്റെ ഒരു അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. ഒരിക്കലും അങ്ങനെ കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല. കാരണം ഒന്ന്, വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന സർഗവാസനകളെ ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നതിലും അവരെ പ്രകാശിപ്പിക്കുന്നതിലും വലിയ സാധ്യത യഥാർത്ഥത്തിൽ കോളേജ് മാഗസിനുകൾക്കുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അന്തർമുഖരായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മുന്നോട്ട് വരാനും തങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് പ്രദർശിപ്പിക്കാനുള്ളൊരു നല്ല അവസരമായി അത് മാറുന്നത്. രണ്ട്, അവരുടെ കലാലയ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ സ്മരണകൾ ചേർത്ത് വെക്കുന്ന ഇടമാണ് കോളേജ് മാഗസിനുകൾ എന്ന് പറയുന്നത്. ജീവിതം മുന്നോട്ട് പോയി കുറേ കാലം കഴിയുമ്പോൾ തങ്ങളുടെ കോളേജ് കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കാലമെന്നും, ഇത്തരത്തിലുള്ള കോളേജ് സ്റ്റാഫുകൾ നമുക്കുണ്ടായിരുന്നു, അധ്യാപകർ നമുക്കുണ്ടായിരുന്നു, നമ്മുടെ സഹപാഠികൾ ഇന്നാരൊക്കെയായിരുന്നു, ഇത്തരം പരിപാടികൾ എൻ്റെ കോളേജിൽ നടന്നിട്ടുണ്ട്. എൻ്റെ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട മൈൽ താണ്ടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ഥാപനത്തെക്കുറിച്ചുള്ള വലിയ ഓർമ്മകളാണ് കോളേജ് മാഗസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു യുണീക്കാണ്. നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടാത്ത ആ ഒരു സാധനത്തെ യഥാർത്ഥത്തിൽ ഒരേ ഇടത്ത് ചേർത്ത് വെക്കുന്ന മാഗസിനുകൾക്ക് ഇന്നും വളരെയേറെ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, കോളേജ് മാഗസിനുകൾ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ കൂടി പ്രസരിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. കുട്ടികൾ എത്രത്തോളം രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവരാണെന്നും സമൂഹത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും സാമൂഹ്യ സാഹചര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു ഒക്കെ വിശാലമായ അർത്ഥത്തിൽ അത് പ്രതിഫലിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് കോളേജ് മാഗസിനുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഞാനിപ്പോഴും കരുതുന്നു. ഓക്കെ, താങ്ക് യു സാർ.